മോനെ ഗിരി, നീ എത്തിയോ? ഇത് ഗിരി, മുകുന്ദന്റെ കൂട്ടുകാരനാ. ഞങ്ങൾക്ക് പരസ്പരം നന്നായി അറിയാം. ആണോ? എന്റെ കേസിന്റെ കാര്യത്തിന് മുകുന്ദനെ വന്ന് കാണാൻ പറഞ്ഞു തന്നെ ഗിരിയ. അത് ശരി. അപ്പൊ നീയാണ് ഈ കേസ് അവന് വാങ്ങിച്ചു കൊടുത്തതല്ലേ? അതേതായാലും നന്നായി. എന്നാ പിന്നെ നിങ്ങൾ കൂട്ടുകാര് സംസാരിച്ചോണ്ടിരിക്കേ, ഞാൻ ഇപ്പൊ വരാവേ. എനിക്ക് കോളേജിൽ പോ സമയം. താനിങ്ങി വന്നേ. എന്തിന്? എടാ ഗിരി, ഗിരി വെറുതെ. എന്താ ഗിരി ഇത്? കൂട്ടുകാരന്റെ ഒരു കക്ഷിയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? എന്താ തന്റെ ഉദ്ദേശം? ഒരു വക്കീലിന്റെ അടുത്തേക്ക് ഒരു കക്ഷി വരുന്നത് എന്തുദ്ദേശായിരിക്കും? കേസ് ഏൽപ്പിക്കാൻ. അല്ലാതെ എന്തിനാ? എനിക്ക് ഷെയറായി കിട്ടിയ സ്ഥലത്തെ ഒരു അതിർത്തി തർക്കമുണ്ട്. ആ കേസ് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു വക്കീൽ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോ മുകുന്ദൻ നല്ല കഴിവും ആത്മാർത്ഥയുള്ള വക്കീലാണെന്ന് ഞാൻ കേട്ടു. താൻ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. മുകുന്ദൻ അത്ര നല്ല വക്കീലൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. സ്വന്തം കൂട്ടുകാരനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഗിരി? എത്ര കഴിവില്ലെങ്കിലും നന്നായി പൊക്കി പറയല്ലേ വേണ്ടത്? എന്താ ഗിരിയെ, അങ്ങനെയല്ലേ വേണ്ടത്? ഞാൻ ഇറങ്ങട്ടെ ഗിരിയേട്ടാ. ശരി, പോയിട്ട് വരട്ടെ. ഓ മോളെ, ഈ പ്രായത്തിൽ സ്വന്തമായി ജോലിക്ക് പോയിക്കൊണ്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങാന്നൊക്കെ പറഞ്ഞാലേ ചെറിയ കാര്യമൊന്നുമല്ല മോളെ. നിനക്കതിന് സാധിച്ചിട്ടുണ്ടെങ്കിലേ ഇനിയും പലതും നേടാൻ നിനക്ക് കഴിവുണ്ടെന്നാണ് അർത്ഥം. മോളുടെ അച്ഛനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് അഭിമാനിച്ചന്. എന്ത് ചെയ്യാം, വിധി ആർക്കും തടയാൻ കഴിയില്ലല്ലോ, അല്ലേ ഗിരി? അതെ, ഞാൻ പോട്ടെ. പോയി മോളെ, നല്ലതേ വരൂ. ഒരു ഡോക്ടറാകാൻ പോകുന്നതിൻ്റെ ഒരു ജാടയില്ല. ഇങ്ങനെയുള്ള മക്കളുണ്ടാവാൻ പുണ്യം ചെയ്യണം. താനെന്താ ഭീഷണിപ്പെടുത്താൻ വന്നാണോ? അതെ. എന്താ, വർക്കൗട്ട് ആവുന്നുണ്ടല്ലേ? നിന്റെ ചുറ്റിലുമുള്ള പലരും നിന്നെ വലിയൊരു ആരാധനാപുരുഷനായിട്ടാണ് കാണുന്നത്. പക്ഷേ നിന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് ഇവരൊക്കെ അറിഞ്ഞാ ഇവർ നിന്നോട് ഇങ്ങനെ പെരുമാറുമോ? അതറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടിയാ ഞാൻ മുകുന്ദൻ വക്കീലിനെ കാണാൻ വന്നത്. മാധവനോട് നീ ചെയ്തത് എന്താണെന്ന് മുകുന്ദൻ അറിഞ്ഞാൽ നിന്നോട് ഇപ്പോഴുള്ള സ്നേഹം തുടരുമോ? തനിക്കിത് നിർത്താനുള്ള ഒരു ഉദ്ദേശവും ഇല്ലല്ലേ? ഞാൻ എന്തിനാ ഇത് നിർത്തുന്നത് ഗിരിയെ? ഇതെനിക്ക് സ്വർണ്ണമുട്ട ഇടുന്നൊരു താറാവല്ലേ? നിന്റെ ആർത്തി കാരണം നീ വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടാൻ പോവാ പീതാംബര. നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കുന്നതിന് പകരം കാശുണ്ടാക്കാനുള്ള വഴി നോക്ക്. അല്ല, അല്ലെങ്കിൽ നീ കിടന്ന് എന്തിനാണ് ഇത്ര ഷോ കാണിക്കുന്നത്? നീ തരുന്നത് വല്ലവരുടെയും കാശല്ലേ? അതൊന്ന് ചോദിച്ച് വാങ്ങിത്തരുന്നതിന് ഇത്രയും ജാട കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗോപാൽജിയോട് എൻ്റെ ആവശ്യം എന്താണെന്ന് അറിയിക്കുക മാത്രമാണ് നിന്റെ പണി. ഭാഗ്യ തീരുമാനം ഗോപാൽജി എടുക്കട്ടെ. ദേ, ഗോപാൽജി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഈ ഒരൊറ്റ കേസ് രാഷ്ട്രീയ ഭാവിയെ തന്നെ ഇല്ലാതാക്കിയെന്ന് വരും. എന്നോടാ കളി. താനെങ്ങോട്ടാ? അല്ല, വന്ന സ്ഥിതിക്ക് വക്കീലിനോടൊന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി. എനിക്ക് എപ്പോഴാണെങ്കിലും ഒരു വക്കീലിന്റെ ആവശ്യം വരുമല്ലോ. അത് നിന്റെ കൂട്ടുകാരനാണെങ്കിൽ അത്രയും നല്ലത്. മുകുന്ദനോട് താനൊരു ചുക്കും പറയാൻ പോകുന്നില്ല. ഇറങ്ങിപ്പോടോ. എന്താ ഗിരി? തന്നെ ഈ വീടിന്റെ പരിസരത്ത് കണ്ടുപോരുത്. ഇറങ്ങിപ്പോടോ.